സ്നേഹമുള്ളവരെ, നാം പ്രദക്ഷിണത്തിൽ ഇറങ്ങുമ്പോൾ, പ്രദക്ഷിണം നടക്കുമ്പോൾ എല്ലാവരും താല്പര്യമില്ല. രൂപം ഇങ്ങനെ അലങ്കരിക്കും, മണ്ണിന്റെ രൂപമായിരിക്കും, അത് അലങ്കരിച്ച് തിരിയൊക്കെ പിടിക്കും. പ്രദക്ഷിണത്തിന് മനോഹരമായി ആ രൂപം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കും. പക്ഷെ സത്യത്തിൽ ആ രൂപത്തെക്കാളും പ്രിയപ്പെട്ട ഒന്നാണ് അതിന്റെ പുറകിൽ മേക്കട്ടിയിൽ വൈദികർ മാത്രം പിടിക്കുന്നുണ്ട്, തിരിശേഷിപ്പ്. എന്താണ് തിരിശേഷിപ്പ്? ആ പ്രദക്ഷിണത്തിന്റെ ഏതൊരു പള്ളിയിലെ പ്രദക്ഷിണമായാലും അതിൽ ഏറ്റവും പ്രധാന ഭക്തി കേന്ദ്രം എന്ന് പറഞ്ഞാൽ തിരിശേഷിപ്പാണ്. അതുകൊണ്ടാണ് വൈദികർ മാത്രം സംഭവിക്കുന്നത്. തിരിക്കാലും ധൂപക്കുറ്റിയും അതിന്റെ പുറകെ നിൽക്കുക. കാര്യം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ രൂപക്കൂട്ടിയിൽ നിന്ന് രൂപത്തോടാണ് താല്പര്യം. ശരിയാണ്, ബഹുമാനിക്കണം, പുണ്യവാന്റെ രൂപമാണ്, പുണ്യതയുടെ രൂപമാണ്. പക്ഷേ അതിന്റെ പുറകിൽ വൈദികർ സംവഹിക്കുന്ന ഒന്നാണ് പ്രധാന കേന്ദ്രം പ്രദക്ഷിണത്തിന്റെ. അത് അവഗണിച്ച് കാണും ചിലർ. എന്താണ് അതിന്റെ പ്രത്യേകത? നാം ബൈബിളിൽ കാണുന്നുണ്ട്, ഈശോ കടന്നു പോകുന്ന വഴിയിൽ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പെങ്കിലും സ്പർശിക്കപ്പെടാൻ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ അതുണ്ട്. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഒന്ന് തൊടാൻ വേണ്ടി രോഗികളെ കൊണ്ടുവന്ന് വഴിക്കെടുത്തുമായിരുന്നു. നാം കാണുന്നുണ്ട്, രക്തസ്രാവക്കാരി സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ട്, ആ വസ്ത്രത്തുമ തൊട്ടാ മതി, സൗഖ്യം കിട്ടുകയാണ്. നടപടി പുസ്തകത്തില് 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, പത്രോസ് ലിഹ കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും തങ്ങളുടെ മേലടിക്കാൻ വേണ്ടിയിട്ട്, അവന്റെ നിഴല് കിട്ടാൻ രോഗികളെ കൊണ്ടുവന്ന് വഴിയരികിൽ കിടത്തുമായിരുന്നു. കിടപ്പ് രോഗികള് പായും മെത്തയും കട്ടിലുമായിട്ട് രോഗികളെ കൊണ്ടുവന്ന് കിടത്തും. അവൻ കടന്നു പോകുമ്പോൾ അവന്റെ നിഴല് കിട്ടിയാൽ മതി, അവരൊക്കെ സുഖം പ്രാപിക്കുകയായിരുന്നു. നടപടി പുസ്തകത്തിൽ 19-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഉപയോഗിച്ച കർച്ചീഫ്, തൂവാല, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഒരംശം, അത് കിട്ടാൻ വേണ്ടി ആളുകൾ നടന്നു. അത് കൊണ്ടുപോയി ചിലര് കർച്ചീഫ് മേടിച്ചു, ടവല് മേടിച്ചു, എന്നിട്ട് കൊണ്ടുപോയി രോഗികളെ സ്പർശിച്ചു. അവരൊക്കെ സുഖപ്പെട്ടു. കാരണം വിശുദ്ധരുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു വസ്തുവും അത്ഭുതം പ്രവർത്തിക്കും. അത് ബൈബിളിലുള്ളതാണ്, സ്ലീഹന്മാര് ചെയ്തതാണ്, കർത്താവ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധരുടെ തിരിശേഷിപ്പിന് ഇത്രയും പ്രാധാന്യം. നമുക്ക് കാഷ്യയിൽ നിന്നുള്ള വിശുദ്ധ റീത്ത പുണ്യയുടെ തിരിശേഷിപ്പുണ്ട്, അത് മുത്തിക്കുന്നുണ്ട്, നാം പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിന്റെ വലിയ ശക്തിയുടെ ഉപകരണമാണ് തിരിശേഷിപ്പ്. അതുകൊണ്ടാണ് അത് മേക്കട്ടിയിൽ വൈദികർ മാത്രം സംവഹിക്കുന്നത്. പ്രദക്ഷിണത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ട് തിരിശേഷിപ്പ് കൊണ്ടുപോകുന്നത്.